കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോ 1.4 മില്യൺ വ്യൂസ് ഉള്ള ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാണ് ഫോർ നൗ. താത്ത ആ വീഡിയോ ഡിലീറ്റ് ആക്കി. 1.4 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ. സംഗതി എന്താണെന്നല്ലേ, ഒരു ഹിജാബിട്ട കുട്ടി ഡാൻസ് ആടി. ഹിജാബിട്ട കുട്ടി ഡാൻസ് ആടിയത് അവഗണിക്കാവുന്ന വിഷയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ താത്ത എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കി. ആ റിയാക്ഷൻ വീഡിയോ ആ ഒരു പെൺകുട്ടി ഒരുപാട് പേർക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ അപമാനിക്കാൻ വേണ്ടി അവരെ സൈബർ ബുള്ളിങ് നടത്താൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഈ താത്ത വീഡിയോ ചെയ്തത്. ഈ താത്താന്റെ വീഡിയോക്കെതിരെ വ്യാപക വിമർശനം ഉണ്ടായി. ഒടുവിൽ ഈ പെൺകുട്ടി താത്താക്ക് വിളിച്ചിട്ട് നല്ല കൊടുക്കൽ കൊടുത്തിട്ടുണ്ട്, നല്ല തെറിയും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നത്. ഒടുവിൽ ഈ താത്തപ്പ പറയണത്, ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കുന്നതാണ്. താത്താടെ വാക്കുകളൊന്ന് കേട്ടോക്ക്. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടി എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത്. സോ ഐ മെസ്സേജ് ഹർ. ഞങ്ങൾ തമ്മിൽ നല്ലൊരു നൈസ് കോൺവെർസേഷൻ നടന്നു. ആ കോൺവെർസേഷൻ ഇവിടെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഞാൻ പറഞ്ഞൊരു ചെറിയ ഭാഗം ഇവിടെ കേൾപ്പിക്കുകയാണ് കേട്ടോ. മോളെ, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 7 വർഷമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ട്രോൾസ് ഒരു കുത്തിരിയല്ല. ഇതൊക്കെ ഒരുപാട് കണ്ടതാണ്. മോൾക്ക് ഇപ്പോൾ പുതിയതായതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. പിന്നെ ഒരുപാട് എക്സ് മുസ്ലിംസ്, എത്തിസ്റ്റുകൾ എനിക്കെതിരെ സ്ട്രോങ് ആയിട്ട് വീഡിയോ ചെയ്ത സ്ഥിതിക്ക് അവരുടെ മുന്നിൽ മുട്ടുകുത്താൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ മോളുടെ മെസ്സേജിൻ്റെ മുന്നിൽ ഞാനത് ചെയ്യും. കാരണം നിന്നെ ഞാനൊരു സഹോദരിയെ പോലെ കാണുന്നുള്ളൂ. മോളെ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും എന്ത് അസഭ്യം പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല. കാരണം എനിക്ക് മോള് ഈ പ്രായത്തിലുള്ള കുട്ടിയാകുമ്പോൾ എനിക്ക് അറിയാമൊക്കെ കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതാണ് വിഷയം. ഒരു ഹിജാബിട്ട കുട്ടി ഡാൻസ് ആടുന്നതിന് എന്തിനാണ് ബാക്കിയുള്ളവർ ഈ പുകിരി പിടിക്കുന്നത്? അവർ പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ തീരാവുന്ന ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ കുറെ ഇസ്ലാം തലക്ക് പിടിച്ചു എന്ന് പറയുന്ന നടക്കണം കുറെ എണ്ണം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റുള്ളവന്റെ ചോയ്സിനെ ഇല്ലാതാക്കണതിനാണ്. ഇതേ പറയുന്ന താത്ത ഇതിന് മുൻപ് ഇങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. ഈ ഹിജാബിട്ട് ഡാൻസ് ആടിയിരുന്ന ഒരാളാണ്. അവരുടെ ഐഡിയയിൽ ഇപ്പോഴും ആ ഡാൻസ് ഉണ്ട്. അവർ പറയുന്നത് കൊളാബ് ചെയ്ത പരസ്യ വീഡിയോ അതിന് കളയാൻ വയ്ക്കുന്നത്. അപ്പോൾ പൈസക്ക് വേണ്ടി ആ വീഡിയോ എപ്പോഴും ചെയ്യാം. ഇവർ അപ്പർ ഉപയോഗിക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. സ്പ്രേ ഉപയോഗിക്കൽ ഹറാമാണ്, മൂക്കുത്തിൽ ഹറാമാണെന്ന് ഉപയോഗിക്കും, മേക്കപ്പ് ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കാത്ത അത്രയും വലിയ ഇസ്ലാമിസ്റ്റായ ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം സ്വർഗത്തിലാണെന്ന് ഉറപ്പിക്കുക. കുറെ എണ്ണം അങ്ങനെ ഉണ്ട്, ഭയങ്കര ഇസ്ലാമിസ്റ്റ് യൂട്യൂബേഴ്സാണ്. പേരെന്താണ്, വല്ല ഹിജാബിട്ട കുട്ടിയുടെ ഡാൻസ് ആടി കഴിഞ്ഞാൽ അവരങ്ങോട്ട് പിടിച്ച ഹറാമാക്കി അവരെ പിടിച്ച നരകത്തിലാക്കും. ആരങ്ങൾക്ക് അധികാരം തന്നിട്ടുള്ളത്? ഐ ആം നോട്ട് സ്കെയർഡ് ഓഫ് എനിവൺ ബട്ട് ഓൺലി അല്ലാഹ്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോ 1.4 മില്യൺ വ്യൂസ് ഉള്ള ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാണ് ഫോർ നൗ. ഓക്കെ, ഒരാളെയും ബുദ്ധിമുട്ടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്കെതിരെ വീഡിയോ ചെയ്ത് ആളുകൾക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവരെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, ബി ഹാപ്പി. അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു ദിവസം മരണപ്പെടേണ്ടവരാണ് അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല. സോ എനിക്ക് ആരോടും ദേഷ്യമില്ല. അപ്പോൾ ഇവർ ചെയ്യുന്നത് നന്മയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക, അതാണ് ഏറ്റവും വലിയ തിന്മ.